ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അതിൽ ഏറ്റവും പ്രധാനം ഫീച്ചേഴ്സ് ഓഫ് ലിബർ ഓഫീസ് കാൽക്ക് ചോദിക്കും എപ്പോഴും. ഒരു 3 പോയിൻ്റ് എഴുതണം. ലിബർ ഓഫീസ് കാൽക്കിൽ 3 പോയിൻറ്റും പിന്നെ അതിലുള്ള ലോജിക്കൽ ഫങ്ഷൻസും എഴുതിക്കൊള്ളണം. 3 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഈസി ടു കാൽക്കുലേഷൻസ്. ലിബർ ഓഫീസ് കാൽക്കിൽ കാൽക്കുലേഷൻസ് എന്തോന്നാണ് ഈസിയാണ്. രണ്ടാമത്തെ സെർവ്സ് ഡാറ്റാ ബേസ്, നമുക്ക് എന്തോന്നാണ് ഒരു സർവേ ഡാറ്റാ ബേസ്. 3 അറേഞ്ചിങ് ഡാറ്റ. സിമ്പിൾ 3 പോയിൻറ്റുകളേ ഉള്ളൂ ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഫീച്ചേഴ്സിൽ. ഈസി കാൽക്കുലേഷൻസ്, സെർവ്സ് ഡാറ്റാ ബേസ്, അറേഞ്ചിങ് ഡാറ്റ. പിന്നെ അതിനകത്ത് 3 ലോജിക്കലായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. 3 ലോജിക്കൽ ഫങ്ഷൻസ് എക്സാമ്പിൾസ് എഴുതാൻ മിക്കവാറും സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 3 ലോജിക്കൽ ഫങ്ഷൻസിൽ ഒന്ന് ഇഫ്, രണ്ടാമത്തെ നെസ്റ്റഡ് ഇഫ്, മൂന്നാമത്തത് ആൻഡ്. ഇഫ് ഐ എഫ്, രണ്ടാമത്തത് നെസ്റ്റഡ് ഇഫ്, മൂന്നാമത്തത് ആൻഡ്. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കാസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ഒന്ന് പാസ്വേഡ് സെക്യൂരിറ്റി, രണ്ടാമത്തെ ഡാറ്റ ഓഡിറ്റ്, മൂന്നാമത്തെ ഡാറ്റ വാൾട്ട്. 3 പോയിൻ്റേ ഉള്ളൂ. പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വാൾട്ട്. ഇന്ന് ഞാൻ കുറച്ച് ക്ലാസ് ഇടുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ക്ലാസ്സും കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആപ്ലിക്കേഷൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു ക്ലാസ്സും കൂടെ ഞാൻ നാളെ ഇട്ട് തരാം. പിന്നെ അതുപോലെ നമ്മൾ ടേബിൾസ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ടേബിൾസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ. ടേബിൾസ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ. അടുത്ത് ഫോംസ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു എൻ്റർ ഡാറ്റ. ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോംസ് ഉപയോഗിക്കുന്നത്. അടുത്ത് കൊറീസ് എന്ന് പറയുമ്പം യൂസ്ഡ് ടു റിട്രീവ് ഡാറ്റ, നമ്മളിൽ നിന്ന് പോയ ഡാറ്റകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി. അടുത്ത് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കിട്ടുന്നതിനെയാണ്, ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ലിബർ ഓഫീസ് കാൽക്കിൽ തന്നെ ഞാൻ നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞ്, ഫീച്ചേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻസ്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ടുഡേ ഉണ്ട്, കൗണ്ട് ഡേ ഉണ്ട്, സമ്മിഫ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. ടുഡേ എന്ന് പറയുമ്പം ടു ഡിസ്പ്ലേ കറണ്ട് സിസ്റ്റം ഡേറ്റ്, അതായത് ഇന്ന് ഏതാണോ ഡേറ്റ് ആ സിസ്റ്റത്തിൽ ഇന്നത്തെ ഡേറ്റ് കാണിക്കുന്നതിനെയാണ്, ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് ടുഡേ. കൗണ്ട് എന്ന് പറയുമ്പം കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻ എനി വാല്യൂ. നമ്മളെ സെൽസിനകത്തുള്ള വാല്യൂ, ഏത് വാല്യൂ ആണെങ്കിലും ആ വാല്യൂ കൗണ്ട് ചെയ്യുന്നതിനെ കൗണ്ട് എന്ന് പറയും. കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ടു സം എനി വാല്യൂ വിത്ത് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കും, അതിൻ്റെ എല്ലാം കൂടെ സമ്മിഫ് എന്ന് പറയും. ടെക്സ്റ്റ് എന്ന് പറയുമ്പം ടു കൺവെർട്ട് എ ന്യൂമറിക് വാല്യൂവിൻ്റെ സ്പെസിഫൈഡ് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഒരു ന്യൂമറിക് വാല്യൂ കാണും, ചിലപ്പോൾ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതോ ഏതെങ്കിലും ന്യൂമറിക് വാല്യൂ കാണും, അതിന് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ട് ആക്കുന്നതിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് സ്പെസിഫൈഡ് ടെക്സ്റ്റ് അതിലോട്ടാക്കുന്നതിന് ടെക്സ്റ്റ് എന്ന് പറയും. പിന്നെ അടുത്ത് ലുക്കപ്പ് ഉണ്ട്. ലുക്കപ്പ് എന്ന് പറയുമ്പോൾ ടു സെർച്ച് സെർട്ടൈൻ വാല്യൂസ് ഫ്രം എ ടേബിൾ. നമുക്ക് പ്രത്യേക ചില വാല്യൂസ് നമുക്ക് സെർച്ച് ചെയ്യണം. അങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ സെർച്ച് ചെയ്തതിനകത്ത് ഏത് കൊടുക്കും? ലിബർ ഓഫീസ് കാൽക്കിനകത്താണെങ്കിൽ ലുക്കപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് അതിനകത്ത് ടേബിളിൽ നിന്ന് കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനമുള്ള ഒന്നാണ് ടൈപ്സ് ഓഫ് ചാർട്ട്. പല പ്രാവശ്യം ചോദിച്ചതാണ് ടൈപ്സ് ഓഫ് ചാർട്ട്. ഒന്നാമത്തെ ടൈപ്സ് ഓഫ് ചാർട്ട് എന്ന് മാത്രമേ ചോദിക്കൂ, എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കില്ല. കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, XY ചാർട്ട്, സ്റ്റോക്ക് ചാർട്ട്, ബബിൾ ചാർട്ട്, ഏരിയ ചാർട്ട്, നെറ്റ് ആൻഡ് കോളം ചാർട്ട്. എത്രണ്ണം? കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, XY ചാർട്ട്, സ്റ്റോക്ക് ചാർട്ട്, ബബിൾ ചാർട്ട്, ഏരിയ ചാർട്ട്, നെറ്റ് ആൻഡ് കോളം ചാർട്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രധാനമെന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്. ഗ്രാഫിൻ്റെയും ചാർട്ടിൻ്റെയും അഡ്വാൻറ്റേജസ്. അപ്പം നമുക്ക് വിഷ്വലി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തോന്നാണ് കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രാഫും ചാർട്ടും. വിഷ്വലി അപ്പീലിംഗ്. രണ്ടാമത് ഈസി ടു റീഡ് ദ ഡാറ്റ. ചാർട്ടും ഗ്രാഫും വഴി നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഡാറ്റകൾ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ക്വിക്ക് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് പെട്ടെന്ന് അനാലിസിസ് നടത്താനും ഇൻ്റർപ്രിട്ടേഷൻ നടത്താനും ഏതുവഴി സാധിക്കും? ഗ്രാഫ് ആൻഡ് ചാർട്ട്. നാലാമത്തത് ടു നോ ദ ട്രെൻഡ് ഈസിലി. നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളെ ഏത് സഹായിക്കും?
ഗ്രാഫും ചാർട്ടും. അടുത്തത് ടു ഗ്രാസ്പ് ദ ഡാറ്റ ക്വിക്കിലി. നമുക്ക് ഡാറ്റകൾ ചാർട്ടിൽ വരുന്നത് നമുക്ക് ചാർട്ടും ഗ്രാഫും സാധാരണ സെല്ലിൽ റോസിലും എഴുതുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഈസി ആയിട്ട് ഗ്രാഫിലും ചാർട്ടിലും വരുന്ന ഡാറ്റകൾ ക്വിക്കിലി നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് വരാൻ സാധ്യതയെന്നല്ല, ഷുവർ ക്വസ്റ്റ്യനാണ്. അടുത്തത് ഇങ്ങനെ ചില കോളം തന്നെ F4, F6, F8, F9, Ctrl+2. അപ്പം അതെല്ലാം അതിനകത്തൊക്കെ എന്തോന്നാണ് എഴുതാനുള്ളത്, അതൊക്കെ എന്തോന്നിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതായിരിക്കും 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിലും ചോദിക്കാം. F4 എന്ന് പറയുമ്പം ഓൾ റെസീപ്റ്റ് ഓഫ് ക്യാഷ് ഓർ ചെക്ക്. നമുക്ക് കിട്ടുന്ന ക്യാഷായിട്ടും ചെക്കായിട്ടും കിട്ടുന്ന എല്ലാ റെസീപ്റ്റുകളെയും നമ്മൾ F4ൽ എഴുതും. F6ലാണെങ്കിൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മൾ സാധനങ്ങൾ ക്യാഷിനും വിൽക്കും ക്രെഡിറ്റിനും വിൽക്കും. അതിൻ്റെ വിവരങ്ങൾ എഴുതുന്നത് F6. F8 എന്ന് പറയുമ്പോൾ കോൺട്രാ ട്രാൻസാക്ഷൻസ് ആണ്, 2 ട്രാൻസാക്ഷൻസ്. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ബാങ്ക് ട്രാൻസാക്ഷൻസ് എഴുതും. അതിൻ്റെ കോൺട്രാ എൻട്രികൾ വരുന്ന, അതായത് ബാങ്കിൽ നമ്മൾ തന്നെ 2 ട്രാൻസാക്ഷൻ സെയിം പൈസ എന്തോ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ട് ബാങ്കിൽ പോകും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കും. കോൺട്രാ രണ്ടിടത്തും വരുന്ന എൻട്രികൾ എഴുതുന്നത് ആണ് കോൺട്രാ എൻട്രീസ്. അത് ഡെബിറ്റിലും ക്രെഡിറ്റിലുമാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എഴുതുന്നത്. അങ്ങനെ വരുന്ന എൻട്രികൾ എഴുതുന്നത് F8ൽ. F9 എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ഇൻ പ്രോപ്പർ ജേണൽ. നമ്മളെ ജേണലിൽ ട്രാൻസാക്ഷൻസ് എഴുതുന്നത് F9ലാണ്. Ctrl+2 എന്ന് പറയുമ്പം റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയർ. നമ്മൾ സെയിൽസ് ഡേ ബുക്കും പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് റിട്ടേൺ ഡേ ബുക്കും പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കും പഠിച്ചിട്ടുണ്ട്. അതുപോലെ സാധനങ്ങൾ റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയറിലോട്ട് സാധനങ്ങൾ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ എഴുതുന്നത് Ctrl+2. അപ്പോൾ പഠിച്ചുകൊള്ളാം. F4 എന്ന് പറയുമ്പോൾ ഓൾ റെസീപ്റ്റ് ഓഫ് ക്യാഷ് ആൻഡ് ചെക്ക് ട്രാൻസാക്ഷൻസ്. F6 ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. F8 കോൺട്രാ ട്രാൻസാക്ഷൻസ്. F9 ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ പ്രോപ്പർ ജേണൽ. Ctrl+2 റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയർ. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പം നാളെ ഞാൻ വീണ്ടും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ചിലപ്പം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ അത് നാളെ ഇട്ടേക്കാം, ഇല്ലെങ്കിൽ നാളെ റീവാലുവേഷൻ അക്കൗണ്ട് തുടങ്ങാം. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. കമൻറ്റുകൾ, ലൈക്കുകൾ, വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ, നാളെ കാണാം.